വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് ഒരു നോട്ടിഫിക്കേഷൻ ആണ്, സമഗ്ര ശിക്ഷ ചണ്ഡീഗഡ്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ടീച്ചിങ്, നോൺ ടീച്ചിങ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടൈം ടു ടൈം ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് RRB ടീച്ചർ, റെയിൽവേ ടീച്ചർ, അതുപോലെ തന്നെ NVS, KVS, EMRS, AES, DSSB തുടങ്ങിയവയുടെ എല്ലാ ബാച്ചിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ കേട്ടിട്ട് സീറ്റെട്ട്, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് എന്നിവയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കുകയോ ആദ്യത്തെ നമ്പർ 77 തുടങ്ങുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ ലൈവ് സെക്ഷൻ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഇതിന്റെ മെറ്റീരിയൽസുകളും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത്, എന്താ പറയാ, ഈ KVS, NVS, EMRS ഇതിന്റെയൊക്കെ ഏജ്, ക്വാളിഫിക്കേഷൻ ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ KVS റെഗുലർ ടീച്ചർ, RRB റെഗുലർ ടീച്ചർ, അതുപോലെ തന്നെ NVS റെഗുലർ ടീച്ചർ, EMRS റെഗുലർ ടീച്ചർ, AES റെഗുലർ ടീച്ചർ, അങ്ങനെ ഓരോ സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പൊ അതിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റ്സുകൾ ഇനിയും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ KVSനെ പറ്റിയൊക്കെ എല്ലാത്തിന്റെ എക്സാം ഒരുമിച്ചായിരിക്കും, ഒറ്റ എക്സാം എന്നൊക്കെയുള്ള ഭാഗത്ത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെപ്പറ്റി CTR എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്, കോമൺ ടീച്ചർ സെറ്റ്. അത് പക്ഷേ ഈ വർഷമൊന്നും ആകത്തില്ല, അതിന്റെ പ്രപ്പോസൽസ് ഒക്കെ പോയിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ CTR എന്ന് പറഞ്ഞിട്ട് ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം, കാര്യത്തിലേക്ക് വരാം. ചുരുക്കി പറയാം, വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സമഗ്ര ശിക്ഷ ചണ്ഡീഗഡ്. അപ്പൊ ചണ്ഡീഗഡിലേക്ക് നിങ്ങൾക്ക് PRT പ്രൈമറി ടീച്ചറിന്റെ വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമഗ്ര ശിക്ഷയെ പറ്റി ഇവിടെ ഒരു ആ സൈറ്റിൽ വിശദീകരിക്കുന്നുണ്ട്. സൈറ്റും കൂടെ ഞാൻ പറഞ്ഞു തരാം. സൈറ്റ് ssachd.nic.in. ഈ ഒരു അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റും. അവിടെ എഴുതിയിട്ടുണ്ട്, യൂണിയൻ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് 2018-19 പ്രപ്പോസ് ചെയ്ത സ്കൂൾ എഡ്യൂക്കേഷൻ ഹോളിസ്റ്റിക്കലി വിത്തൗട്ട് സെഗ്മെന്റേഷൻ ഫ്രം പ്രീ നഴ്സറി ടു ക്ലാസ് 12 വരെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക്കലി ആയിട്ട് നടന്നു വരുന്ന അല്ലെങ്കിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സംവിധാനങ്ങളാണ് ഈ SSA എന്ന് പറയുന്നതും, അതുപോലെ തന്നെ RMSA എന്ന് പറയുന്നതും, TE എന്ന് പറയുന്നത് SSA മീൻസ് സർവശിക്ഷ അഭിയാൻ, അല്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ RMSA എന്ന് പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ BEd അല്ലെങ്കിൽ ടെറ്റിനും UPക്കും UPSനും HSA ഒക്കെ പഠിക്കുന്നതാണ്. പിന്നെ അതുപോലെ TE ടീച്ചർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വേക്കൻസികൾ വരുന്നത്. എല്ലാ സ്റ്റേറ്റിലും വരും, എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ SSAയുടെ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക, ഒരുപാട് കോൺട്രാക്ട് ബേസ്ഡ് വേക്കൻസികൾ നെറ്റ് ഉള്ളവർക്കും PhD ഉള്ളവർക്കും അല്ലാത്തവർക്കും PG ഉള്ളവർക്കും ഒക്കെ ഒത്തിരി കോൺട്രാക്ട് ബേസ്ഡ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരണമെങ്കിൽ അത് ആവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ, അതായത് JBT ടീച്ചർ അല്ലെങ്കിൽ PRT ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഈ അഡ്രസ് ssachd.nic.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അപ്പൊ ഇങ്ങനെ ഒരു പേജ് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പേജ് അവൈലബിൾ ആയിരിക്കും. ഈ പേജിന്റെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന ഡൗൺലോഡ്സ്, ഈ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ന്യൂ എന്നും പറഞ്ഞ് ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് തന്നെയാണ് അഡ്വർടൈസ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് JBT ടീച്ചർ അണ്ടർ സമഗ്ര ശിക്ഷ 2025. ഓക്കെ, അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അഡ്വർടൈസ്മെന്റ് ഇവിടെ വരും, അഡ്വർടൈസ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് JBT ടീച്ചർ അണ്ടർ സമഗ്ര ശിക്ഷ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അഡ്വർടൈസ്മെന്റ് കിട്ടും. ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേജ് കുറച്ചൊന്ന് വലുതാക്കി അതിലേക്ക് പോവാം നമുക്ക്. ഓക്കെ,
കുറച്ച് വലുതായി കാണിച്ചു നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നോക്കുക. സമഗ്ര ശിക്ഷ ചണ്ഡീഗഡ്, പഞ്ചാബ്. ഓക്കെ, യൂണിയൻ ടെറിട്ടറി ആണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് നോട്ടീസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ബേസിക് ടീച്ചർ ആണ് JBT എന്ന് പറയുന്നത്. മീൻസ് നമ്മുടെ PRT പ്രൈമറി ടീച്ചർ ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ മുൻകൂട്ടി അറിയിക്കുകയാണ്. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഡേറ്റിന് കറക്റ്റ് പോയിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതലാണ്. ഓക്കെ, 7/8/2025 11 AM മുതൽ ഇതിന്റെ ഓൺലൈൻ ഫോം ആരംഭിക്കുന്നുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് 28/8/2025 ഓഗസ്റ്റ് 28 ആണ്. ലാസ്റ്റ് ഫീസ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30/8/2025 ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു സംശയം കാണാൻ ചണ്ഡീഗഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൽ മൊത്തത്തില് വേക്കൻസീസ് എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷ ചണ്ഡീഗഡ് ഇൻവൈസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ടു ഫിൽ 218 പോസ്റ്റുകളാണ്. ഓഫ് ജൂനിയർ ബേസിക് ടീച്ചർ, പ്രൈമറി ടീച്ചർ ക്ലാസ് 1 to 5. ഓക്കെ, കോൺട്രാക്ട് ബേസിസ് ഓൺ കോൺട്രാക്ട് ബേസിസ് ആസ് പെർ ദി ഫോളോയിങ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫിക്സഡ് സാലറിയും കാര്യങ്ങളൊക്കെയാണ്. 48,000 സംതിങ് ആണ് സാലറി വരുന്നത്. അപ്പൊ അതില് JBT പ്രൈമറി ടീച്ചർ 111 പോസ്റ്റ്, ജനറൽ 111, OBC 44, SC 41, EWS 22, അങ്ങനെ ടോട്ടൽ പോസ്റ്റ് 218 ആണ്. ഓക്കെ, PWD 8 പോസ്റ്റും ഉണ്ട്. റിസർവേഷൻ ബെഞ്ച് മാർക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതർ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റിസർവേഷൻ കിട്ടത്തില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കിട്ടത്തുള്ളൂ. ഓക്കെ, ബാക്കി ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫീസിന്റെ കാര്യമാണ്. രണ്ടാമത് ഫീസിന്റെ കാര്യമാണ്. ഓക്കെ, നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസാണ്. എമൗണ്ടിങ് ടു RS 1000 ഓക്കെ ആണ് ഫീസ്. അതില് RS 500 ഇൻ കേസ് ഓഫ് SC നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് 1000 തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട. പിന്നെ PWDക്ക് കിട്ടും അല്ലാതെ തന്നെ. അപ്പൊ നോർമൽ 1000 ആണ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. 150 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിലൂടെയാണ് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റില് നമ്മൾ 40% മാർക്ക് വാങ്ങിയിരിക്കണം. ടെസ്റ്റിൽ നമ്മൾ 150 മാർക്കിന്റെ ടെസ്റ്റ് ആണ്. 150 മാർക്കിന്റെ ടെസ്റ്റ് ആണ്. അതില് 40% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അതാണ്, ഇന്റർവ്യൂ ഇല്ല. ഓക്കെ, 40% മാർക്ക് വാങ്ങിച്ച 150ന്റെ 40% എന്ന് പറയുമ്പോൾ 100ന്റെ 40% എന്ന് പറയുന്നത് 40 മാർക്ക്. ഓക്കെ, 50ന്റെ 40 എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി എടുത്താൽ 100ല് 40 ആണെങ്കിൽ 50ല് 20, അപ്പൊ 20, അപ്പൊ മൊത്തം 60 മാർക്ക് അല്ലെ. 60 മാർക്കാണ്, 40% മാർക്കാണ് പാസ്സാകാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 40% എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് ഇതിൽ പറയാനുള്ളത്, അടുത്ത കേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വേണം, മസ്റ്റ്. ഓക്കെ, ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടെ +2 DLED പറ്റത്തില്ല. DLEDകാർക്ക് ഡിഗ്രിയും കൂടി വേണം. C.TET പാസ്സായിരിക്കണം കേട്ടോ. സ്റ്റേറ്റ് ടെറ്റ് ഒന്നുമല്ല, കേട്ടിട്ട് ഒന്നുമല്ല, C.TET പാസ്സായിരിക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇത്രയും മതി, ബാക്കി ഒന്നും വായിക്കേണ്ട കാര്യമുള്ള നമുക്കുള്ളതല്ല. ഓക്കെ, ഇനി അതിന്റെ എക്സാംസ് ഞാൻ പറഞ്ഞില്ലേ, 150ന് 40% മാർക്ക് വാങ്ങിക്കണം. അതിൽ ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ്, റീസണിംഗ് എബിലിറ്റി 15, അരിത്തമെറ്റിക് ആൻഡ് ന്യൂമറിക് എബിലിറ്റി 15, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 15, IT 15 മാർക്ക്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ 10 മാർക്ക്, ടെസ്റ്റ് ഓഫ് പഞ്ചാബി ലാംഗ്വേജ് നമുക്കത് പ്രശ്നമില്ല, കാരണം 60 മാർക്ക് വാങ്ങിയതല്ല. അപ്പൊ 10 മാർക്ക് കളഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് 140ന് മത്സരിച്ചാൽ മതി. ടെസ്റ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് 10 മാർക്ക്, മാത്തമെറ്റിക്സ്, ജനറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇത്രയാണ് 15. അങ്ങനെ 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഹിന്ദിയും പഞ്ചാബി ഒഴിവാക്കി കഴിഞ്ഞാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് മാർക്കിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ, ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ അപ് ടു 10th സ്റ്റാൻഡേർഡ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് വിൽ ബി ആപ്ലിക്കബിൾ ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 ആണ് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബൈലിംഗ്വൽ ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും പരീക്ഷ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. സെലക്ഷൻ പ്രൊസീജിയർ, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അവര് നിങ്ങളെ എക്സാമിന് വിളിക്കുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും 40% മാർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ്. ഓക്കെ, അത് വിളിക്കുന്ന സമയത്ത്
ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് candidates to be called for scrutiny of original document under each category will be 1.5 times the number of posts under each category. Merit list for selection will be released after checking eligibility condition and ICT skill training certificates. Okay. നെക്സ്റ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അടുത്ത നെക്സ്റ്റ് ഏജ് ആണ്. ഏജ് ലിമിറ്റ് 21 മുതൽ 37 വരെ 1/1/2025 37 വയസ്സ് കവിയാനായിട്ട് പാടില്ല. 1/1/2025 കണക്കാക്കിയിട്ടാണ് ഏജ് പറയുന്നത്. ബാക്കി പറയുന്ന റിസർവേഷൻ നമുക്ക് ബാധകമല്ല. അത് പഞ്ചാബുകാർക്ക് ചണ്ഡീഗഡുകാർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ അഡ്രസ്സ് തന്നെയാണ്. അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ് വേണ്ടി ചെയ്യേണ്ടത്. 7-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓൺലൈൻ ഡേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ജനറൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുമെന്ന് കരുതുന്നു. അപ്പൊ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അവിടെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 45,260 രൂപയാണ് കേട്ടോ. സാലറി എന്ന് പറയുന്നത് 45,260 ഫിക്സഡ്. പിന്നെ ടൈം ടു ടൈം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫീസ് നിങ്ങളുടെ സാലറി ഇൻക്രിമെന്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ള അപ്ലൈ ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷന്റെ ബാക്കിൽ നിന്ന് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ചാനല് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുക്കുവാൻ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ഈ ഞാൻ പറഞ്ഞ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പ്രധാനമായിട്ട് ഇപ്പൊ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് RRB ടീച്ചർ, KVS, NVS, EMRS, DSSB, AES, അതുപോലെ തന്നെ CTET, LPUP ലോങ് ടേം, KTET, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് FA, ഇത്രയും കോഴ്സുകളുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, RRB ടീച്ചറിന്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, LPUP 1-2 ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതും വീണ്ടും റെഗുലറായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിലൂടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.